പുറമേ നിന്നുള്ള പീഡനങ്ങളൊന്നും സഭയ്ക്ക് ഒരിക്കലും ഒരു അസ്വസ്ഥതയല്ല. കാരണം അവിടെയൊക്കെ സഭ വളർന്നിട്ടേ ഉള്ളൂ. പക്ഷേ സഭയ്ക്കുള്ളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾ, അതായത് ഞാനും നിങ്ങളുമായിട്ടുണ്ടാക്കുന്ന ആത്മാവിൽ ജ്വലിച്ചു നിൽക്കേണ്ട നമ്മൾ ആത്മാവിനെ നിർവീര്യമാക്കിക്കൊണ്ട് തണുത്ത് മരവിച്ച് ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ് സഭയുടെ ഏറ്റവും വലിയ ഭാരം. ജീവനില്ലാത്ത, ആത്മാവിൽ ജ്വലനമില്ലാത്ത, സുവിശേഷത്തിന് വേണ്ടി തീഷ്ണതയില്ലാത്ത, ദൈവരാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ വിട്ടുകൊടുക്കാൻ, കുടുംബത്തെ സമർപ്പിക്കാൻ, ജീവിതത്തിന്റെ സാധ്യതകളെ സമർപ്പിക്കാൻ ബലമില്ലാത്ത, ശക്തിയില്ലാത്ത, തണുത്തുപോയ ജീവിതങ്ങളാണ് സഭയുടെ എക്കാലത്തെയും ഭാരം. ഈ ഭാരമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ധ്യാനം കൂടി, കൺവെൻഷൻ കൂടി, ഇടവകയിലെ ശുശ്രൂഷകൾ കൂടി, വലിയ പെരുന്നാൾ ആഘോഷിച്ച് കുറെ തോരണം കെട്ടി, കുറെ ലൈറ്റ് വിട്ട്, കുറെ ചണ്ടമേളും കുറെ കൈമരുന്ന് നടത്തി നമ്മൾ പോകും. അതല്ല, ഈ കാലഘട്ടത്തിൽ അതിനേക്കാൾ ഉന്നതമായ ദൗത്യം സ്വർഗം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. തണുത്തുപോകാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ശുശ്രൂഷ ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. കൊണ്ട് എവിടെയൊക്കെ ആത്മാവിന്റെ ജ്വലനം ചോർന്നു പോയിട്ടുണ്ടോ, എവിടെയൊക്കെ ആത്മാവിന്റെ വീര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, അതൊക്കെ തിരിച്ചു പിടിക്കുവാനാണ് സഭ, സ്വർഗം, ഈശോ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്.